ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോണ്ടയാണ് ഉണ്ടാക്കണം കേട്ടോ. 4 മണി ചായക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കണത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയാണ് നല്ലത് ഹെൽത്തിനൊക്കെ. ഇപ്പം മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് മൈദ, ഇത് 1/4 ഗ്ലാസ് അരിപ്പൊടി, ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ എടുത്തു കഴിഞ്ഞാൽ 1/4 ഗ്ലാസ് അരിപ്പൊടി. അപ്പോൾ നമ്മൾ മൈദ എടുത്ത ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് കടലപ്പൊടി. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഇതിലേതെങ്കിലും ഒരു പൊടി എടുക്കാം. പിന്നെ 1/2 ഗ്ലാസ് കടലപ്പൊടി, 1/4 ഗ്ലാസ് അരിപ്പൊടി. അപ്പോൾ നമ്മൾ അരിപ്പൊടിയും ചേർത്തു, മൈദയും ചേർത്തു, ഇത് കടലപ്പൊടി. ഏത് പാത്രത്തിനാണ് എടുക്കണേ അതിൻ്റെ ഇതിൽ എടുക്കുക. ഒരു കപ്പ് എടുത്താൽ 1/4 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് കടലപ്പൊടി. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. എല്ലാം കൂടി ഒന്ന് ഇതാക്കി. അപ്പോൾ നമ്മളിത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കണത് ഒരു സവോള ചെറുതായി അരിഞ്ഞത് കേട്ടോ, മല്ലിയില എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇത് കറിവേപ്പില, നല്ല വാസന ഉണ്ടാവും മല്ലിയിലൊക്കെ നന്നായി ചേർത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി, ഒരു ലേശം ഇഞ്ചി, നമ്മൾ ഒത്തിരി കൂടുതലുണ്ട്, ഇത്ര ഇടണ്ട. ഒരു 2 പച്ചമുളക് അരിഞ്ഞതാണ് കുറച്ച് ചേർക്കുക. ഒരു ചെറിയ ടീസ്പൂണ്, 1 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കായം, ഒരു മണത്തിന് കേട്ടോ. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ പൊടി എടുത്ത ഗ്ലാസ്സാണ് കേട്ടോ. ഇത് കൈ കഴുകിയതാണ്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. നമ്മൾ പൊടി എടുത്ത ഗ്ലാസ്സിന് ലേശം വെള്ളം കൂടി ചേർക്കുക. നമ്മൾ ഒരു ലേശം വെള്ളം കൂടി ചേർക്കുകയാണ്. ഒരു 1.25 ഗ്ലാസ് വെള്ളം ചേർത്തി. നമുക്കിതിലൊന്ന് ഉപ്പുണ്ടോ നോക്കാം. തലി ഉപ്പ് വേണം, ഒരു ലേശം ഉപ്പും കൂടി ഇടുക. ഒരു ലേശം സോഡാപ്പൊടി ഇട്ട കുറച്ച്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുക്കുക, ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം.
നമുക്കിത് മറച്ചിട്ട് കൊടുക്കുക. നമ്മളിതിൽ എണ്ണയിലേക്ക് നമ്മൾ മാവ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കി മറിച്ചിടുക. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് ഗോതമ്പ് പൊടിയേ ഉള്ളൂ, ഒരു ഗ്ലാസ് നിറച്ചെടുക്കാനില്ല. അപ്പോൾ ഞാൻ മൈദ ചേർത്തതാണ്. രണ്ടിലും ഉണ്ടാക്കുക കേട്ടോ, മൈദയിലും ഉണ്ടാക്കുക, ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കുക. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാര്യം അല്ലെങ്കിൽ ഒരു വശം തന്നെ കളർ മാറിക്കൊണ്ടിരിക്കും. നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നമ്മൾ മല്ലിയില ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ മൂക്കണതിൻ്റെ നല്ല മണം. അപ്പം നമുക്കിത് എടുക്കാറായിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കുക. കൈയൊന്ന് നനച്ചിരിക്കുക വെള്ളത്തിൽ കേട്ടോ ആദ്യമായിട്ടിടുമ്പോൾ. കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടില്ല മാവ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വിരുന്നുകാർ വന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ബോണ്ടയാണ് കേട്ടോ.
പിന്നെ ഒരുപാട് ഇങ്ങനെ മാവ് ഇടുകയൊന്നും വേണ്ട, കുറേശ്ശെ കുറേശ്ശെ മാവ് ഇട്ടാൽ മതി. നല്ല വീർത്ത് വരും. നമുക്കിത് എടുക്കാം. നമുക്ക് ലാസ്റ്റത്തെ മാവൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ബോണ്ട ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബോണ്ടയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.